ഹലോ, അപ്പൊ ഇന്ന് വിഷുവാണ്. അപ്പൊ പിള്ളേര് ചോദിച്ച് അമ്മ വിഷുവായിട്ട് വിഷുക്കഞ്ഞൊന്നും ഉണ്ടാക്കുന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അമ്മ നമുക്ക് വിഷുക്കഞ്ഞൊന്നും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. അപ്പൊ ഇവിടെ മമ്മി വാങ്ങിച്ചു വെച്ചാ പാലട, ഇൻസ്റ്റന്റ് പാലട ഇതുണ്ടായിരുന്നു. അപ്പൊ അത് ഈസി ആണല്ലോ, പാല് മാത്രം മതിയല്ല. അപ്പൊ അത് കാരണം അതുകൊണ്ട് പറ്റിക്കാന്ന് ഓർത്തു. അപ്പൊ പിന്നെ അതേപോലെ തന്നെ സോണി വരുമ്പോഴേക്കും പടക്കം അങ്ങനെ വാങ്ങിക്കാറില്ല, കത്തിക്കാറൊന്നും ഇല്ല. കമ്പിത്തിരി വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ റെസിപ്പി ഒന്നും കാണിക്കണമെന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പാല് മാത്രം പൊടിച്ചിട്ടാൽ മാത്രം മതിയല്ല. അപ്പൊ അത് കാരണം ഇനി വിഷുവിന്റെ വിശേഷങ്ങളൊക്കെ വഴി കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഞങ്ങൾ വിഷുവിന്റെ പായസം കുടിക്കണേ കേട്ടോ. അപ്പോ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി വിഷു ആശംസകൾ. ഇത് എന്ത് പായസമാണ്? ഇതെന്താ പായസത്തിന് ഇങ്ങനത്തെ കളർ എന്താണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അത് നിങ്ങളൊന്ന് ഗസ് ചെയ്യ് എന്താ സംഭവം എന്നുള്ളത്. ഞാൻ പറയുന്നില്ല, പക്ഷെ സംഭവം കൊള്ളാം, അടിപൊളിയാണ്. അപ്പൊ ഈ പായസത്തിന്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യൂ, ഞാൻ ചെയ്യുന്നതായിരിക്കും. ശരിക്കും സാധാരണ അടപ്രഥമന്റെ ഇങ്ങനെ മിക്സർ എന്ന് പറയുന്നത് ഈ കളർ അല്ലല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു ആശംസകൾ. അല്ല, സോറി വിഷു ആശംസകൾ. ഹലോ, അപ്പതേ പിള്ളേർക്ക് കുറച്ച് കമ്പിത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനത്തെ സാധനമൊന്നും വാങ്ങിക്കാറില്ല, വേറെ ഒന്നുമല്ല. ഇങ്ങനത്തെ ഈ പടക്കം പൊട്ടിക്കുന്നതിനൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു കൊടുക്കാറില്ല. സൗണ്ട് ഇടാ. അപ്പൊ ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാൻ താല്പര്യമില്ല. പിന്നെ പിള്ളേർ അങ്ങനെ കുറച്ച് പറഞ്ഞപ്പോഴത്തേക്കും അധികം വാങ്ങിച്ചിട്ട് 1-2 സാധനം അപ്പൊ അതൊക്കെ വാങ്ങിച്ച് അങ്ങനെ പൊട്ടിക്കാന്ന് വിചാരിച്ചു. ഓക്കെ, പൊട്ടിച്ചാലോ? പിടി. ആദ്യമായിട്ടാണ് ഇങ്ങനെ. അത് കത്തിക്കാൻ വേണേ. ഇവിടെ കത്തില്ലല്ലടാ. പ്രതീക്ഷിച്ചത്രയും കുഴപ്പമുണ്ടായില്ല. പാളിപ്പോയി ഓടിക്കളഞ്ഞു. ഞങ്ങട് എന്താ സംഭവിച്ചെന്ന് മനസ്സിലായില്ല. ആടെ പിള്ളേരെ പിള്ളേരെ കൊടുക്കാൻ വേണ്ടി സാധനം കൊടുക്കാം. കൈകൊള്ളും. അങ്ങ് കറക്കണ്ട കണ്ണിലേക്കൊക്കെ തിരിക്കും. കയറണ്ടേ? അഴ നെക്സ്റ്റ് ഒരാൾ കത്തിക്കട്ടെ. പിടിച്ച കിട്ടു. ഇങ്ങോട്ട് അവിടെ നിന്ന് കറക്കണ്ട. കൈ കൊള്ളല്ലേ? കറക്കണ്ട, കണ്ണിലേക്കൊക്കെ തെറിക്കാണ്. അപ്പൊ ഞങ്ങളുടെ വിഷു ആഘോഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. വേജില്ല, അടുത്തേക്കില്ല. ഞാനായിട്ട് ഇന്ന് മാറിയിരിക്കണതിനെ. അതെ,
അപ്പൊ ഹാപ്പി വിഷു. ഞങ്ങളുടെ വിഷു ഇത്രേ ഉള്ളൂ. ചെറിയ കുഞ്ഞു വിഷു. അതെ, പിള്ളേരെ സന്തോഷിപ്പിക്കാനുള്ള വിഷു. അതെ. അപ്പൊ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. പുതിയ വീഡിയോ അല്ല, ഈ വിഷുവിന്റെ ഇത്രേ ഉള്ളൂ. അടുത്ത ഭാഗങ്ങളായിട്ട് ഇനിയും വരുന്നതായിരിക്കും കുടുംബവിശേഷങ്ങളൊക്കെ ആയിട്ടൊക്കെ. ഹാപ്പി വിഷു.